السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا مولانا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر عظم ذلك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. اذكروا نعمة الله عليكم. صدق الله العظيم. كل نعيم يزول إلا نعيم الجنة. شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ ഖാദി അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി ആ മഹാന് ഞങ്ങൾ തിന്നുമ്പത്തു കുടിക്കുമ്പത്തു കുറേ കാര്യത്തെ ചെമ്മ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആ കാര്യത്തെ മഹാൻ ചൊല്ലു. അതിലെന്തൊരു 4 ഫർള്. നാല് ഫർള് തിന്നലൊക്കെ ഏത് തിന്നത് കുടിക്കുന്നത് ഒന്നും ഹലാലായതാണ്. ഹലാലായത് മാത്രം ആവണം. എന്ന് കുടിക്കുന്നതും തിന്നണം അതൊന്ന് ഭയങ്കര ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എന്തോ ഏത് തണ്ടതും അള്ളാഹുവിനുള്ള അചഞ്ചലമായ ഈമാനിക്കണം, വിശ്വാസം, അതും ഫർള്. പിന്നെ മൂന്നാമത്തെ എന്തോ കിട്ടിയതിൽ തൃപ്തിപ്പെടണം. എന്തൊക്കെ എടുത്ത് അതിൽ തൃപ്തിപ്പെടണം. കിട്ടിയതിൽ തൃപ്തിപ്പെടണം. പിന്നെ തിണ്ട ആഹാരം അത് അള്ളാഹു തന്നതായത് കൊണ്ട് അള്ളാഹു അനിഷ്ടമായത് പറയാത്ത പോലെ വിശേഷ ശ്രദ്ധിക്കണം. ഇത് 4 കാര്യം ഫർളായ കാര്യം. പിന്നെ ഉണ്ണുമ്പത്ത് ഒരുപാട് കണക്കില്ലാത്ത സുന്നത്തുണ്ട്. അതിന് പ്രധാന ബിസ്മി മറക്കുകയേ തീരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുക മറക്കണ്ട നിങ്ങൾ. അത് ഫർളല്ല, സുന്നത്ത്. പിന്നെ അവസാനം തിന്നിട്ടാൽ പിന്നെ അൽഹംദുലില്ലാഹ് കനിഷ്ഠ അത്ര ചൊല്ലിയിട്ടും അതും മറക്കണ്ട. തിന്നൽ മുന്നലും തിന്നൽ പിന്നെ 2 കൈയും ബായി കൽക്കുക മറക്കോ തരാം. ദയിക്കരുത് അള്ളാൻ്റെ സന്തോഷമാണ് ഇരുത്താവണം. ദയിക്കരുത് എങ്ങനെ വലത്തെ കാല് നിലത്ത് നാട്ടി വെച്ചിട്ട് ഇടത്ത കാലിൽ ദയിക്കണം. ഇടത്ത കാലിലോ ദയിക്കണം. അങ്ങനെ ദയിക്കൽ സുന്നത്ത്. പിന്നെ ഉണ്ണുമ്പത്തും കുറെ അതബെല്ലാം പാലിക്കണം. അത് പ്ലേറ്റോ തണ്ട മുട്ടത്തെ വയ്ക്കണം. എല്ലാ പൊക്കും പ്ലേറ്റ് കയറ്റുമല്ല. തിന്നുന്നത് വലിയ പിടി പിടിക്കാണ്. ചെറിയ പിടി പിടിക്കണം. ചെറിയ പിടി പിടിച്ചിട്ട് തിന്നണം. തിന്നുമ്പത്ത് മനുഷ്യന്മാർക്ക് അസഹ്യാവും പോലെ എല്ലാത്തും കൈയിട ചേരാം. അവിടെ നിന്ന് മനുഷ്യന്മാർക്ക് അസഹ്യാവും പോലെ നിങ്ങൾ തിന്നൊരു ബായി പാതി അതിൽ ലഭിക്കണം. അല്ലെ കരിക്ക് മുക്കിടും. അങ്ങനെ എന്തോ ആക്കത്തില്ല. അങ്ങ് മനുഷ്യന്മാർക്ക് അസഹ്യാവാത്ത പോലെ ജാഗ്രത ആക്കണം. പിന്നെ തിന്നുമ്പത്ത് എന്താക്കണം? തിന്നുമ്പത്ത് ഒന്ന് ചോറ യന്ത്രമ തിന്നേണ്ട വസ്തു കീല് പോലാത്ത പോലെ ജാഗ്രത ആക്കണം. ഇനി ബൂന്ന് പോയിട്ട് എന്തായിട്ട് ബൂന്ന് പോയിട്ട് അതിനെ പരക്കി തിന്നണം. അത് മറന്ന് എന്ന് മഹാന്മാർ ചെന്നാറ്. അതല്ലാണ്ട് ശ്രദ്ധിച്ചിട്ട് ചെന്നാണ് കീൽ പോകുന്നതിനെ മണ്ണൈത്തി സമ കലക്കി തിന്നണം. അത് മറന്നത് എല്ലാ രോഗത്തും മറന്ന്. പിന്നൊന്ന് കൈഡും പ്ലേറ്റ് നല്ല ക്ലീൻ ആക്കണം. ചെന്നെങ്കിൽ കൈഡെല്ലാം നല്ല ഉജ്ജും പോകണം. പ്ലേറ്റ് എന്താക്കണം? അതും എല്ലാം ബടിച്ചിട്ട് തിന്നണം. അല്ലെങ്കിൽ അത് തന്നി വെച്ചിട്ട് കുടിച്ച് നല്ലോ. അത് എന്തോ രോഗത്ത് മറന്നത് ഏത് ഒന്ന് പോകുന്നതിനെ പരക്കി തിന്നറോ. പിന്നൊന്നു കൈഡും പ്ലേറ്റ് പൂർണ്ണമായിട്ട് അത്ര ബടിച്ചിട്ട് തിന്നറോ. ബടിച്ച് നല്ല മറന്നത് രോഗത്ത്. അതുകൊണ്ട് ആ നിലക്ക് തിന്നണം. ചൊല്ലാറിതല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൽ മഹാന ഖാദി അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലും. ഇങ്ങനെ ശ്രദ്ധയോടുകൂടി തിന്നണം. പിന്നെ എന്താക്കണം? ആഹാരം തിന്നുമ്പോൾ തുമ്മൽ പാഞ്ഞ് തിന്നുമ്പോൾ ಅದಕ್ಕೆ ಊದೋ ತೀರ ಅದಕ್ಕೆ ಊದೋಗು
തീര. പിന്നെ കണക്കിട കാട്ടിയാരെ ബെച്ച് എന്നതും തിന്നത് തീര. കണക്കിട കാട്ടിയാര ബെച്ച അതും തിന്നത് തീര. ബെച്ച് കണക്കിട കാട്ടിയാര ബെച്ച് കുടിക്കിടോ തിന്നറോ നല്ലല്ല, ആരോഗ്യത്തിന് നല്ലല്ല. അതുപോലെ ആഹാരത്തെ ഊതുന്നത് അതും ആരോഗ്യത്തിന് നല്ലല്ല. ഈ നിലയ്ക്ക് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ ഈ നിലയ്ക്ക് ഇക്കട്ട് ശ്രദ്ധ ഇക്കട്ട് എന്ന് ചൊല്ലാറ് മഹാനായ ഖാലി അബൂലൈ സമർഖന്ദി റളിയല്ലാഹു അൻഹു. ഉണ്ണുമ്പത്ത് തിന്നുമ്പത്ത് ഈ ചെന്ന വിഷയത്തെല്ലാം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിട്ട് ആ നിലയ്ക്ക് ഭക്ഷണം പാനീയം കുടിച്ചിട്ട് അതിനെ ഇബാത്താക്കുള്ള എല്ലാ കഴിവും ശക്തിയും അള്ളാഹു നമ്മൾ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.